രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല മാറ്റങ്ങളും കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇങ്ങ് താഴെ തലത്തിൽ വരെ ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. EDയെയും CBIയെയും ആയുധമാക്കി പ്രതിപക്ഷത്തെ സറണ്ടറാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം. എന്തിനേറെ ഇന്ത്യൻ സിനിമയിലും ഈ മാറ്റത്തിന്റെ കാറ്റ് വീശിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമകൾ പലതരത്തിൽ പ്രൊപ്പഗണ്ട സ്വഭാവത്തിലേക്ക് മാറുന്ന പ്രവണതകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആശയപ്രചാരണത്തിന് കുടപിടിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ബോളിവുഡ് തന്നെയാണ്. വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ദ കശ്മീർ ഫയൽസ് പ്രൊപ്പഗണ്ട സിനിമകളുടെ മുൻനിരയിൽ ഇടം പിടിച്ച ഒന്നാണ്. ഈ സിനിമ കാണാൻ സർക്കാർ ജീവനക്കാർക്ക് ഹാഫ് ഡേ ലീവ് കൊടുത്ത സർക്കാർ നടപടിയും ഈ സിനിമയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതുമൊക്കെ സംഘപരിവാർ ആഘോഷങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. കേരളം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കേരള സ്റ്റോറിയുമായി വന്ന് ചിലതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ നോക്കിയതും ഇക്കൂട്ടത്തിലുണ്ട്. നേരത്തെ പരോക്ഷമായിട്ടായിരുന്നു എങ്കിൽ ഇന്ന് രാഷ്ട്രീയ ചായ്വുകൾ ഒരു മറയുമില്ലാതെ തുറന്നു പറയുകയാണ് സിനിമകൾ, പ്രത്യേകിച്ച് ബോളിവുഡിൽ. 2019 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപും ദേശസ്നേഹം എന്ന മൂടുപടമിട്ട് സംഘപരിവാർ രാഷ്ട്രീയം വിളമ്പി ബോളിവുഡ് സിനിമകൾ എത്തിയിരുന്നു. ഉറി, PM നരേന്ദ്രമോദി തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം. 5 വർഷം കൂടി പിന്നിടുമ്പോൾ പ്രൊപ്പഗണ്ട സിനിമകളുടെ ഒരു മെയിൻ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബോളിവുഡ്. സംഘപരിവാർ കൊട്ടിഘോഷിച്ച് തിയേറ്ററുകളിൽ എത്തിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിലം തൊടാതെ പൊട്ടുന്നത് സ്ഥിരം കാഴ്ചയായിരിക്കുന്നു. ഇങ്ങനെ സംഘപരിവാറിന്റെ നനഞ്ഞ പടക്കങ്ങളുടെ ലിസ്റ്റിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രമാണ് സ്വതന്ത്ര വീർ സവർക്കർ. വലിയ ആഘോഷങ്ങളോടെയും പ്രചാരണങ്ങളോടെയുമാണ് സംഘപരിവാർ ആചാര്യൻ VD സവർക്കറുടെ ബയോപിക് തിയേറ്ററിൽ റിലീസായത്. എന്നാൽ റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനിൽ തട്ടിമുട്ടിയാണ് 10 കോടി കടന്നത്. ബുധനാഴ്ച തിയേറ്ററിൽ മോശം കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചത്. തിയേറ്റർ പ്രതികരണം ട്രാക്ക് ചെയ്യുന്ന പോർട്ടലായ Satnet.com പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാരാന്ത്യങ്ങളിൽ പോലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായിട്ടില്ല. മാർച്ച് 22-ന് റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം 1,05,00,000 രൂപയാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. തൊട്ടടുത്ത 2 ദിവസം വാരാന്ത്യ ദിനങ്ങളായതിനാൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. രണ്ടാം ദിനം 2.25 കോടിയും മൂന്നാം ദിനം 2.7 കോടിയും നേടി. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാലാം ദിനം നേടിയത് 2.15 കോടിയാണ്. 20.37% തലേ ദിവസത്തേക്കാൾ കളക്ഷനിൽ ഇടിവുണ്ടായത്. അഞ്ചാം ദിവസം 1.05 കോടിയായി കുറഞ്ഞു, 51.16% ഇടിവ്. ആറാം ദിവസമായ ബുധനാഴ്ചത്തേതാണ് ഏറ്റവും മോശം പ്രകടനം, 1 കോടിയാണ് ലഭിച്ചത്. ഏഴാം ദിവസം 1.15 കോടിയും നേടിയതോടെ തിയേറ്ററിൽ നിന്നുള്ള ആകെ കളക്ഷൻ 11.35 കോടി മാത്രമാണ്. വലിയ തോതിലുള്ള രാഷ്ട്രീയ പിന്തുണയ്ക്കും പ്രചാരണങ്ങൾക്കുമിടയിലാണ് ചിത്രം തിയേറ്ററിൽ തരംഗമുണ്ടാക്കാനാകാതെ മുന്നോട്ടു പോകുന്നത്. VD സവർക്കറെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്കും തെറ്റായ പ്രചാരണങ്ങൾക്കുമുള്ള മറുപടി ആയിരിക്കും തന്റെ ചിത്രമെന്നാണ് സംവിധായകൻ കൂടിയായ ബോളിവുഡ് താരം രൺദീപ് ഹൂഡ അവകാശപ്പെട്ടിരുന്നത്. ജനം വലിയ തോതിൽ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയും അന്ന് അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഹൂഡയുടെ കന്നി സംവിധാന ചിത്രം കൂടിയായ വീർ സവർക്കർ മാർച്ച് 22-നാണ് തിയേറ്ററിലെത്തിയത്. ചിത്രത്തിൽ സവർക്കറുടെ റോളിലെത്തുന്നത് ഹൂഡ തന്നെയാണ്. അങ്കിത ലോഖൻഡെ, അമിത് സിയാൽ, രാജേഷ് ഖേര എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. ഇങ്ങനെ നിരന്തരം നേട്ടമുണ്ടാക്കാതെ പൊട്ടിപ്പോയിട്ടും ഇത്തരം സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്തായാലും കലയല്ല എന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോദ്ര, JNU ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി, ആർട്ടിക്കിൾ 370, ബസ്റ്റർ ദ നെക്സൽ സ്റ്റോറി, മേ അഡൽ ഹോ, ദ വാക്സിൻ വാർ, ദ സബർമതി റിപ്പോർട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതും ഇറങ്ങാനിരിക്കുന്നതുമായി നിരവധി ചിത്രങ്ങളാണ് സംഘപരിവാർ അണിയറയിലുള്ളത്. BJPക്ക് വേണ്ടി ചരിത്രം വളച്ചൊടുക്കുകയും പുതിയ ചരിത്രം നിർമ്മിക്കുകയും മാത്രമല്ല, സവർക്കറിനെ വീർ സവർക്കർ ആക്കിയതുപോലെ സംഘനേതാക്കളെ മഹത്വത്തിന്റെ പുതപ്പിട്ട് മൂടിയും തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് മുൻനിർത്തി നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അന്നും രാഷ്ട്രീയ ആശയങ്ങൾ സിനിമകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ചരിത്രത്തെ തന്നെ തിരുത്തിയും വളച്ചൊടിച്ചും സിനിമ എന്ന മാധ്യമത്തെ BJPയോളം കൃത്യമായി ഉപയോഗിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്.